ഇനി നമ്മൾ ആലുവ മണപ്പുറത്തേക്ക് പോവുകയാണ്. അവിടെ ശിവരാത്രി ആഘോഷങ്ങൾക്കായി തയ്യാറെടുത്തിരിക്കുകയാണ്. ഇന്ന് അർദ്ധരാത്രിയോടെയാണ് ബലിതർപ്പണം ആരംഭിക്കുക. ഞായറാഴ്ച വരെ ബലിതർപ്പണം നടത്താൻ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഷംന അശോകുണ്ട് വിവരങ്ങൾ നൽകാനായി. ഷംന, നമുക്കറിയാം ഈ ആലുവ മണപ്പുറത്ത് എത്രത്തോളം തിരക്കായിരിക്കും ഇന്നുണ്ടാവുക ബലിതർപ്പണവുമായി ബന്ധപ്പെട്ട് എന്നൊക്കെ. പ്രത്യേകിച്ച് ആ ഭാഗത്തുള്ള കാഴ്ചകളൊക്കെ കാണാൻ നല്ല രസമാണ്. എന്തായാലും ചടങ്ങുകൾക്കൊക്കെ തുടക്കമായി എന്നാണ് അറിയുന്നത്. എന്താണ് അവിടെ നിന്ന് നൽകാനാവുന്ന വിവരങ്ങൾ ഇപ്പോൾ? ജിൻസി, ശിവരാത്രി ആഘോഷവുമായി ബന്ധപ്പെട്ട മണപ്പുറത്ത് വലിയ തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. ഈ 2 ദിവസം കൂടി ബലിയിടാൻ കഴിയുമെന്നുള്ളതാണ് ഇത്തവണത്തെ ശിവരാത്രിയുടെ പ്രത്യേകത. അതായത് ഞായറാഴ്ച ഉച്ചവരെയും ഇത്തവണ ബലി അർപ്പിക്കാൻ കഴിയും. ഔദ്യോഗികമായി രാത്രി 12 മണിക്ക് ശേഷമാണ് ബലിതർപ്പണം ആരംഭിക്കുന്നതെങ്കിൽ പോലും നിത്യബലിക്കായി നിരവധി ആളുകൾ മണപ്പുറത്ത് എത്തിയിട്ടുണ്ട്. ആ കാഴ്ചയിലേക്ക് നമ്മൾ പോവുകയാണ്. ജിൻസി സൂചിപ്പിച്ചതുപോലെ തന്നെ ശിവരാത്രി എന്ന് പറയുമ്പോൾ ആലുവ മണപ്പുറത്തേക്കാണ് കൂടുതൽ ആളുകളും ബലിയിടാനായി എത്താറുള്ളത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. 116 ബലിത്തറകളാണ് ഇത്തവണ ബലിയിടാനായി ഒരുക്കിയിട്ടുള്ളത്. ദേവസ്വം ബോർഡ് ഇത്തവണയും നേരിട്ട് ബലിത്തറകൾ ഒരുക്കിയിട്ടില്ല. പകരം ബലിത്തറയ്ക്ക് ഓരോ തറയ്ക്കും 75 രൂപ വെച്ച് ചാർജ് ചെയ്തിട്ടാണ് സ്വകാര്യ ആളുകൾ ഈ ബലിത്തറ ഒരുക്കിയിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടി ഈ മണപ്പുറത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിട്ടുണ്ട്. ഏകദേശം 1200 പോലീസുകാരെ റൂറൽ പോലീസിന്റെ ഭാഗമായി ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ തന്നെ ഈ ക്ഷേത്രം തന്ത്രിയുടെ നേതൃത്വത്തിൽ ഇവിടെ ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട്. രാവിലെ തന്നെ അവിടെ പൂജാകർമ്മങ്ങളെല്ലാം നടക്കുകയാണ്. ഇന്ന് ബലി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പിതൃബലിക്ക് രാത്രി 12 മണിക്ക് ശേഷമാണ് തുടങ്ങുകയെങ്കിലും നിത്യബലിയാണ് ഇപ്പോൾ ഈ ആളുകൾ ഇടുന്നത്. ഈ ക്ഷേത്രത്തിലേക്ക് വലിയ തിരക്കുണ്ട്. ഈ തൊഴാനും ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ, നിത്യ ചടങ്ങുകൾ ദർശിക്കാനൊക്കെ എത്തുന്ന ആളുകളുടെ വലിയ തിരക്ക് ക്ഷേത്രത്തിൽ രാവിലെ തന്നെ അനുഭവപ്പെടുന്നുണ്ട്. ഒരു ഉച്ചയോടുകൂടി അത് കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരും. കാരണം രാത്രി 12 മണിയോടുകൂടി ബലിതർപ്പണം നടത്തണമെങ്കിൽ അതൊരു ഉച്ചയോടുകൂടി വന്ന് ഇവിടെ സ്ഥലം കണ്ടുപിടിച്ച് അവിടെ നിൽക്കുന്നവരാണ് ഭൂരിഭാഗം ആളുകളും. മാത്രമല്ല പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. ഈ ബലിതർപ്പണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകൾ എത്തുന്നത് പ്രമാണിച്ച് ദേവസ്വം ബോർഡിന്റെ പ്രത്യേക ചൂട് കൂടിയ ഒരു സാഹചര്യത്തിൽ അതിനുള്ള സജ്ജീകരണങ്ങൾ കൂടി ഇത്തവണ ഒരുക്കിയിട്ടുണ്ട്. അത് പല സ്ഥലങ്ങളിലായി എത്തുന്ന ഭക്തർക്ക് വെള്ളം കുടിക്കാൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അവർക്ക് ലഘുഭക്ഷണത്തിന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലവിൽ ദേവസ്വം ചെയ്ത് നൽകിയിട്ടുണ്ട്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ചടങ്ങാണ് ആലുവ മണപ്പുറത്ത് നടക്കുന്നത്. 12 മണിയോടുകൂടി ഔദ്യോഗികമായി തന്നെ പിതൃബലി ദർപ്പണം തുടങ്ങും. അതിനുശേഷം ഇന്ന് രാവിലെ തൊട്ട് വൈകിട്ട് വരെയും ചടങ്ങുകൾ ഉണ്ടാകും. ഈ കുംഭമാസത്തിലെ അമാവാസി ദിവസം ഞായറാഴ്ചയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഞായറാഴ്ച വരെ ബലി അർപ്പിക്കാനുള്ള സൗകര്യം ജനങ്ങൾക്ക് ഇവിടെ ഉണ്ടാകും എന്നുള്ളതാണ് ദേവസ്വം ബോർഡ് അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് കുറച്ച് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവമാണ് ആലുവ മണപ്പുറത്ത് നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം സ്റ്റാൾ ഉൾപ്പെടെ മണപ്പുറത്ത് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അത് ക്ഷേത്രത്തിന് മറുവശത്താണ് അത്തരം സ്റ്റാളുകൾ, അമ്യൂസ്മെന്റ് പാർക്കുകൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത്. അവിടെ വരുന്ന ആളുകൾക്ക് ദർശനത്തിന് ശേഷം അവിടെ കണ്ട് ആസ്വദിച്ചിട്ട് മടങ്ങാനുള്ള എല്ലാ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഏതായാലും വലിയ രീതിയിൽ തന്നെ ആഘോഷങ്ങളും വിശ്വാസങ്ങളും എല്ലാം പുരോഗമിക്കുകയാണ്. ഇവിടെ കൂടുതൽ ആളുകൾ എത്തുന്നുണ്ട്. വൈകിട്ടോടുകൂടി അതിലും കൂടുതൽ ആളുകൾ എത്തും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ജിൻസി.